ശരി. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു നിർത്തിയത് എന്താണ് ക്യോട്ടോ മെക്കാനിസംസ് എങ്ങനെയാണ് കൺട്രീസിനെ എയ്ഡ് ചെയ്തത്, ക്യോട്ടോ മെക്കാനിസംസ് ഫെയിലിയർ ആകാനുള്ള റീസൺസ് എന്തൊക്കെയാണ്, എങ്ങനെയാണ് നമ്മൾ പാരീസിലേക്ക് എത്തിയെന്നുള്ളതാണ്. അപ്പോൾ ഒന്നുകൂടി ഞാൻ പറയാണ്, ഒന്നുകൂടി ഒന്ന് റിവൈസ് ചെയ്യാണ്. 2015 നടന്ന 21st കോൺഫറൻസ് ഓഫ് പാർട്ടീനെയാണ് നമ്മൾ പാരീസ് ക്ലൈമറ്റ് ട്രീറ്റി എന്ന് വിളിക്കുന്നത്, ഓർ പാരീസ് ക്ലൈമറ്റ് ഡീൽ. അതായത് അവിടെ എടുത്തിട്ടുള്ള ഡിസിഷനെ മൊത്തത്തിൽ ചേർത്ത് വിളിക്കുന്ന പേരാണ് പാരീസ് ക്ലൈമറ്റ് ഡീൽ. ഇത് ഇംപ്ലിമെന്റ് ചെയ്യപ്പെടാൻ വേണ്ടി പോകുന്നത്, കഴിഞ്ഞ ദിവസം പറഞ്ഞ ടൈം ലൈൻ ആലോചിച്ച് നോക്കിയിട്ട് പറയണം, 2000 പോസ്റ്റ് ക്യോട്ടോ 2020 ഓൺവേർഡ്സ് ആണ് ഇതിന്റെ ഡിസിഷൻസ് ഇംപ്ലിമെന്റ് ചെയ്ത് തുടങ്ങുന്നത്. ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന പല പ്രൊവിഷൻസും എല്ലാവരും ഒന്ന് സമ്മതിച്ച് വരാനായിട്ട്, പാരീസ് ക്ലൈമറ്റ് ഡീല് ഫൈനലൈസ് ചെയ്യാനായിട്ട് 2018 വരെ കാത്തിരിക്കേണ്ടി വന്നു. ഇതിനെയാണ് കാറ്റോവൈസ് ക്ലൈമറ്റ് പാക്കേജ് എന്ന് പറയുന്നത്. പോളണ്ടിലെ കാറ്റോവൈസിൽ വെച്ച് നടന്ന കോൺഫറൻസ് ഓഫ് പാർട്ടിയിലാണ് ഇത് ഫൈനലൈസ് ചെയ്തത്. ഹോപ്പ് യു റിമെമ്പർ ദി ടൈം ലൈൻ. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്താണ് പാരീസ് ക്ലൈമറ്റ് അഗ്രിമെന്റിലേക്ക് വന്നപ്പോൾ ഉള്ള മേജർ പോയിന്റ്സ്? ഈ മേജർ പോയിന്റ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് ക്യോട്ടോ ആയിട്ട് ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എന്തൊക്കെയാണ് പാരീസ് ക്ലൈമറ്റ് ട്രീറ്റിലെ മേജർ പോയിന്റ്സ് എന്നുള്ളത് നിങ്ങൾക്ക് കിട്ടും. പോയിന്റ്സ് ആദ്യം നമുക്ക് ക്യോട്ടോ ഒന്ന് പറഞ്ഞു നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് കിട്ടും, ക്യോട്ടോ പ്രോട്ടോകോൾ പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് ഇതിന്റെ പോയിന്റ്സ് നിങ്ങൾക്ക് താനേ വരും. ഒരു ഓൾട്ടർനേറ്റീവ് ക്ലൈമറ്റ് മോഡലാണ് നമുക്ക് വേണ്ടത്. ക്യോട്ടോയിൽ ബൈൻഡിങ് അല്ലെങ്കിൽ മാൻഡേറ്ററി ടാർഗറ്റ്സ് ആയിരുന്നു. അല്ലെങ്കിൽ രണ്ടാമത്തേത് ഡിസ്ക്രിഷണറി ടാർഗറ്റ്സ് ആയിരുന്നു, ലൈക്ക് ഫോർ അനെക്സ് ബി കൺട്രി. ക്യോട്ടോയിൽ ദർ വാസ് നോ മോണിറ്ററി മെക്കാനിസം ഓർ റിവ്യൂ. അല്ലെങ്കിൽ വൺ സൈസ് ഫിറ്റ്സ് ഓൾ പോളിസി ആയിരുന്നു, ഫിറ്റ്സ് ഓൾ ടാർഗറ്റ്സ് ആയിരുന്നു ക്യോട്ടോയിൽ. ഇത്രയായിരുന്നു ക്യോട്ടോയ്ക്കകത്തുണ്ടായിരുന്ന പ്രശ്നം. ഇത് പാരീസ് ട്രീറ്റിയിലേക്ക് എത്തിയപ്പോഴത്തേക്ക് ഇതിന് നേരെ ഓപ്പോസിറ്റായി വന്നു എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. ബൈൻഡിങ് അല്ലെങ്കിൽ മാൻഡേറ്ററി ടാർഗറ്റ്സിന് പകരം പാരീസിൽ വോളണ്ടറി ടാർഗറ്റ്സ് ആക്കി. വോളണ്ടറി ടാർഗറ്റ്സ്, ഈ വോളണ്ടറി ടാർഗറ്റ്സിനെ, ഓരോ കൺട്രീസിനും ഉള്ള വോളണ്ടറി ടാർഗറ്റ്സിനെ നമ്മൾ വിളിച്ച പേരാണ് INDC, ഇൻറ്റൻഡഡ് നാഷണലി ഡിറ്റർമൈൻഡ് കോൺട്രിബ്യൂഷൻ. ഇൻറ്റൻഡഡ് നാഷണലി ഡിറ്റർമൈൻഡ് കോൺട്രിബ്യൂഷൻ. ഡീറ്റെയിലേക്ക് പിന്നെ വരാം, തൽക്കാലം ഇങ്ങനെ ഇരിക്കട്ടെ. ഇൻറ്റൻഡഡ് നാഷണലി ഡിറ്റർമൈൻഡ് കോൺട്രിബ്യൂഷൻ. ക്യോട്ടോ ഒരു ഡിസ്ക്രിഷണറി ആയിരുന്നു, ഓൺലി അനെക്സ് ബിക്ക് മാത്രമായിരുന്നു മാൻഡേറ്ററി. ഇവിടെ ഫോർ ഓൾ എന്നാൽ മാൻഡേറ്ററി അല്ല, ഫോർ ഓൾ കൺട്രീസ് ആണ്, വോളണ്ടറി ആണ്. എല്ലാ കൺട്രീസിനും വോളണ്ടറി കൊടുക്കാം. ഇന്ത്യക്ക് കൊടുക്കുന്നത് പോലെ തന്നെ ചൈനയ്ക്ക് കൊടുക്കാം, ചൈനയ്ക്ക് കൊടുക്കുന്നത് പോലെ തന്നെ കെനിയയ്ക്ക് കൊടുക്കാം. പക്ഷെ അതൊക്കെ എന്താണ്, ക്യോട്ടോയിലെ അതോറിറ്റീസ് പറഞ്ഞിട്ടല്ല, യു ക്യാൻ ഡിറ്റർമൈൻ. അതാണ് അവിടുത്തെ ഹൈലൈറ്റ്. യു ക്യാൻ ഡിസൈഡ്, നിങ്ങളുടെ കപ്പാസിറ്റി അനുസരിച്ച് നിങ്ങൾക്ക് എത്ര ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് ഇൻറ്റൻഡഡ് നാഷണലി ഡിറ്റർമൈൻഡ്. നോ മോണിറ്ററി ഓർ റിവ്യൂ മെക്കാനിസം. അതായിരുന്നു ക്യോട്ടോയുടെ അടുത്തൊരു പോരായ്മ. ഇങ്ങോട്ട് എത്തിയപ്പോഴത്തേക്ക് എന്ത് ചെയ്തു, there is a monetary mechanism, there is review once in every 5 years. 5 വർഷം കൂടുമ്പോൾ നമ്മളിത് റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കും. കാരണം 2018 ഫൈനലൈസ് ചെയ്തെന്ന് പറഞ്ഞില്ലേ. സോ സ്റ്റാർട്ടിങ് ഫ്രം 2018
ക്യോട്ടോ റൂൾ ബുക്ക് 2018 ആയപ്പോഴത്തേക്ക് ഫൈനലൈസ് എന്ന് പറഞ്ഞു. 2018 മുതൽക്ക് മോണിറ്റർ ചെയ്ത് തുടങ്ങി. അതിന്റെ ഫസ്റ്റ് ഫേസ് മോണിറ്ററിങ് അവസാനിച്ചത് 2023-ലാണ്. 2023 പിന്നെ മോണിറ്റർ ചെയ്ത് തുടങ്ങി. ഇനി 2028 ആകുമ്പോഴത്തേക്ക് സെക്കൻഡ് ഫേസ് ഓഫ് മോണിറ്ററിങ് അവസാനിക്കും. ഈ കാണുന്ന അല്ലെങ്കിൽ ഈ കൊടുക്കുന്ന മോണിറ്ററിങ് മെക്കാനിസത്തിന് നമ്മളൊരു പേരിട്ട് വിളിക്കും. ക്യാൻ എനിവൺ ടെൽ വാട്ട് ഇറ്റ് ഈസ്? 2023 കോൺഫറൻസ് ഓഫ് പാർട്ടീസിലാണ് ഇത് ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്യപ്പെട്ടത്. ഈ മോണിറ്ററിങ് മെക്കാനിസം ഏറ്റവും കൂടുതൽ പേര് ഉയർന്നു കേട്ടത് 2023 ആ മോണിറ്ററിങ് മെക്കാനിസത്തിന്റെ ഫസ്റ്റ് ഫേസ് കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് ന്യൂസിൽ ഒത്തിരി ഉണ്ടായിരുന്നു. നിങ്ങൾ കറണ്ട് അഫയേഴ്സ് വായിച്ച ആൾക്കാരാണെന്നുണ്ടെങ്കിൽ പറയാൻ കഴിയും. നോ പഞ്ചാമൃത്. യെസ്, ഗ്ലോബൽ സ്റ്റോക്ക് ടേക്ക് മെക്കാനിസം. ഗ്ലോബൽ സ്റ്റോക്ക് ടേക്ക് മെക്കാനിസം. ആ മോണിറ്ററിങ്ങിനെ വിളിക്കുന്ന പേരാണ് ഗ്ലോബൽ സ്റ്റോക്ക് ടേക്ക് മെക്കാനിസം. 2018 മുതൽക്ക് ഓരോ ആൾക്കാരും ചെയ്ത് വന്ന ക്ലൈമറ്റ് ഫൈറ്റിംഗ് സ്ട്രാറ്റജി വർഷാവർഷം മോണിറ്റർ ചെയ്ത് 2023 ഒരു ഫൈനൽ റിപ്പോർട്ട് കൊടുത്തു. 2023 ഒരു ഫൈനൽ റിപ്പോർട്ട് കൊടുത്തു ദുബായിൽ നടന്ന COP-യിൽ. Then last point, there is no one size fits all targets. ഞാൻ പറഞ്ഞതുപോലെ വോളണ്ടറി ടാർഗറ്റ്സ് ആണ് അക്കോർഡിംഗ് ടു ദെയർ ഓൺ കപ്പാസിറ്റി. ഇതാണ് പാരീസ് ക്ലൈമറ്റ് ട്രീറ്റിയിലേക്ക് വന്നപ്പോൾ ക്യോട്ടോയിൽ നിന്നുള്ള വ്യത്യാസം. ക്ലിയർ ആണോ? ഇത് കൂടാതെ വേറൊരു മേജർ പോയിന്റ് കൂടി ഉണ്ട്. ഞാൻ ഇവിടെ പറഞ്ഞില്ല എന്നുള്ളതേ ഉള്ളൂ. വാട്ട് ഇസ് എ മേജർ പോയിന്റ്? പാരീസ് ക്ലൈമറ്റ് ട്രീറ്റിക്ക് ഒരു ടാർഗറ്റ് വെച്ച് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കീപ് ദ ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ അണ്ടർ 2 degrees Celsius by 2100. 2100 ആകുമ്പോഴത്തേക്കും ഇപ്പോൾ ഉള്ള ടെമ്പറേച്ചർ അത്രയാന്നുള്ളത് നമ്മൾ പറഞ്ഞായിരുന്നു. ഏതാണ്ട് ഒരു 15 ഡിഗ്രി സെൽഷ്യസ് ആണ് ഇപ്പോഴുള്ള ആവറേജ് ടെമ്പറേച്ചർ. ഈ ടെമ്പറേച്ചർ ഇൻക്രീസ് 2100 ആകുമ്പോഴത്തേക്കും 17 കൂടുതൽ പോകാൻ പാടില്ല. മാക്സിമം 17, 2 ഡിഗ്രി സെൽഷ്യസ് ആണ് ലിമിറ്റ്. ഇഫ് പോസിബിൾ 1.5 ഡിഗ്രി സെൽഷ്യസ്. അതാണ് നിങ്ങൾ ഈ ഗ്ലോബൽ വാർമിംഗ് 1.5 ഡിഗ്രി സെൽഷ്യസ് എന്നൊക്കെ പറഞ്ഞിട്ട് IPCCയിലെ റിപ്പോർട്ടൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇപ്പൊ ഇതൊക്കെ തമ്മിലൊരു കണക്ഷൻ മനസ്സിലായോ? IPCC അങ്ങനെ ഒരു റിപ്പോർട്ട് ഇറക്കിയപ്പോഴാണ് UNFCCC എന്ത് ചെയ്തത്? ഓക്കെ, എന്നാ ടാർഗറ്റ് 1.5 ഡിഗ്രി സെൽഷ്യസിന് അടിയിലാക്കണം. IPCC ആണ് റിസർച്ച് ബോഡി എന്നുള്ളതും റിപ്പോർട്ട് ഉണ്ടാക്കുന്ന ബോഡി എന്നുള്ളതും അവരനുസരിച്ചിട്ടാണ് UNFCCC പോളിസി ഉണ്ടാക്കുന്നതൊക്കെ ഞാൻ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞ ഓർമ്മയുണ്ടോ? മേ ക്ലിയർ? സോ ഗ്ലോബൽ ടെമ്പറേച്ചർ റൈസ് മാക്സിമം 2 ഡിഗ്രി സെൽഷ്യസിൽ താഴെ നിർത്തണം. ഇതായിരുന്നു പാരീസ് ക്ലൈമറ്റ് ട്രീറ്റിന്റെ ഒരു മേജർ പോയിന്റ് എന്ന് പറയുന്നത്. ആമേ ക്ലിയർ? ഇത്രയും ക്ലിയർ ആണോ? ശരി. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ സ്ലൈഡിലും കൃത്യം അതിന്റെ പോയിന്റ്സ് കൊടുത്തിട്ടുണ്ട്. പാരീസ് ക്ലൈമറ്റ് ട്രീറ്റിയുടെ മേജർ പോയിന്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ ആ പറഞ്ഞത് തന്നെയാണ്. യു ക്യാൻ റീഡ് ആക്ച്വലി. കീപ് വാർമിംഗ് വെൽ ബിലോ 2 ഡിഗ്രി സെൽഷ്യസ്, ഇഫ് പോസിബിൾ 1.5 ഡിഗ്രി സെൽഷ്യസ്. ക്ലിയർ ആണല്ലോ? ദെൻ മേജർ പോയിന്റ്സ്: ബർഡൻ ഷെയറിംഗ്, വോളണ്ടറി ബേസിസ്. നേരത്തത് ക്യോട്ടോയിൽ അത് മാൻഡേറ്ററി ആയിരുന്നു, ഇപ്പോൾ അത് വോളണ്ടറി ബേസിസ് ആക്കി. റിവ്യൂ ഇൻ എവറി 5 years. ദിസ് ഈസ് ഗ്ലോബൽ സ്റ്റോക്ക് ടേക്ക്. ബാക്കിയൊക്കെ ജനറൽ പോയിന്റ് ആയിട്ട് കൊടുത്തേക്കാണ്. ഒരു പോയിന്റ് കൂടെ ഞാൻ പറയാനായിട്ടുണ്ടായിരുന്നു, ക്ലൈമറ്റ് ഫിനാൻസ് കൂടി പറയാനുണ്ട്. അതും കൂടെ ഞാൻ ഇവിടെ തന്നെ എഴുതരാം. അടുത്തൊരു മേജർ പോയിന്റ് എന്ന് പറയുന്നത് ക്ലൈമറ്റ് ഫിനാൻസ് ആണ്. ഒരു പോയിന്റ് ആയിട്ട് ഇവിടെ ആഡ് ചെയ്യാം. ക്യോട്ടോയ്ക്ക് പാരീസിനകത്ത് വരുന്ന അടുത്തൊരു പോയിന്റ് ആണ് കീപ് ദ ആനുവൽ $100 billion ടാർഗറ്റ്
under GCF till 2025. After that, we'll decide. ഇതാണ് പാരീസിനകത്ത് അടുത്ത പോയിന്റ്. ഇപ്പൊ നമ്പർ ഇട്ട് കഴിഞ്ഞാൽ 1, 2, 3, 4, 5. Clear? Amount to be updated by 2025. പാരീസ് ക്ലൈമറ്റ് ട്രീറ്റി ഓക്കെ ആണോ എല്ലാവർക്കും? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഈ പറഞ്ഞതിൽ? ക്ലിയർ ആവുന്നുണ്ടോ എല്ലാവർക്കും? എന്താണ് ക്യോട്ടോ, എന്താണ് പാരീസ് എന്നുള്ളത് പഠിച്ചവർക്കും പഠിക്കാത്തവർക്കും ഒക്കെ ഇതുവരെ പറഞ്ഞ പോയിന്റ്സ് ഓക്കെ അല്ലേ? ഓക്കെ. ദെൻ അപ്പോൾ ഞാൻ വീണ്ടും പറയാണ്, 2015 COP21 പാരീസ് ക്ലൈമറ്റ് ട്രീറ്റി. നമ്മൾ ഈ പറഞ്ഞ 5 പോയിന്റ്സ്, പാരീസ് ക്ലൈമറ്റ് ട്രീറ്റി എന്ന് പറഞ്ഞ 5 പോയിന്റ്സ്, 1, 2, 3, 4, 5, ഇതിനെല്ലാത്തിനൂടെ ചേർന്നിട്ടാണ് നമ്മൾ പാരീസ് റൂൾ ബുക്ക് എന്ന് വിളിക്കുന്നത്. ഇത് എല്ലാ കൺട്രീസും ഒന്നും സമ്മതിച്ച് വരാനായിട്ട് സമയമെടുക്കും. 2016 ഒന്നും നടന്നില്ല. 2017 എല്ലാവരും ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. 2018 ആയപ്പോഴത്തേക്ക് countries agreed. For most of the decisions taken in Paris. This is what Katowice climate package. ഇത് നടന്നത് COP22, 23, COP24. COP24 പോളണ്ടിൽ വെച്ച് നടന്ന ക്ലൈമറ്റ് ഡീലിലാണ് ഇത് സമ്മപ്പ് ചെയ്തത്. 2019 കാര്യമായിട്ടൊന്നും നടന്നില്ല. 2020 നടന്നില്ല, കോവിഡ് ആയിരുന്നു. പിന്നെ നടക്കുന്നത് 2021 ഗ്ലാസ്ഗോ. ഇവിടെയൊക്കെ ഇനി നടക്കുന്നതെല്ലാം പാരീസിന്റെ കണ്ടിന്യൂഷൻ ആണ്. പാരീസ് ക്ലൈമറ്റ് ട്രീറ്റിന്റെ അപ്ഡേഷൻ, എത്രത്തോളം പ്രോഗ്രസ് ഉണ്ടായെന്നുള്ള കാര്യമാണ് 2020 നടക്കുന്നത്. ദിസ് വാസ് COP26. COP26 2019 COP20 നടന്നു. ഇവിടെ ഒന്നും നടന്നില്ല, കോവിഡ് ആയതുകൊണ്ട് നടന്നില്ല. 21 COP26. ഇപ്പൊ COP26 ഒത്തിരി ഡിസിഷൻസ് എടുത്തു. നീഡ് നോട്ട് ടു സ്റ്റഡി. കാരണം പ്രിലിംസിന്റെ സമയമില്ല, കഴിഞ്ഞല്ലോ. നമുക്ക് 21 കാര്യം ഇപ്പൊ പഠിക്കണ്ട. 2022 ഇത് നടന്നത് എവിടെ? ഈജിപ്തില, ഷാം അൽ ഷെയ്ഖ്. COP27. This we need to study. 2023 COP28 UAE. This also we need to study. So we need to study the outcomes of COP27 and COP28. മനസ്സിലായി ഇപ്പോൾ ഒരു സർക്കിൾ എങ്ങനെയാ പോയെന്നുള്ളത്? എങ്ങനെയാണ് 1995 തൊട്ട് തുടങ്ങി COP28 വരെ വന്ന് നമ്മൾ നിൽക്കുന്നതെന്നുള്ളത് ക്ലിയർ അല്ലേ? ഇതിനകത്ത് നമുക്ക് പഠിക്കേണ്ടത് കുറച്ച് കാര്യങ്ങൾ കൂടി ഞാൻ പറഞ്ഞുതരാം. ഈ ക്യോട്ടോയിൽ നിന്ന് പാരീസിലേക്ക് എത്തിയപ്പോഴത്തേക്കുള്ള പ്രധാനപ്പെട്ട മാറ്റങ്ങൾ, ഇപ്പോൾ നടക്കുന്ന ക്ലൈമറ്റ് ചേഞ്ച് ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഫൈറ്റിൽ ഇപ്പോൾ നടക്കുന്ന COPയിലുള്ള പ്രധാനപ്പെട്ട ചില ടേംസുകൾ ഞാൻ പറഞ്ഞുതരാം. ആ ടേംസുകൾ നിങ്ങൾക്ക് വായിക്കാൻ വേണ്ടി മാത്രമാണ്. ആ വായിക്കാൻ വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഞാനിവിടെ മാർക്ക് ചെയ്ത് തരാം. ഈ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ആർട്ടിക്കിൾ 6 എന്ന് പറഞ്ഞിട്ടൊരു ഭാഗമുണ്ട് പാരീസ് ക്ലൈമറ്റ് ട്രീറ്റിൽ. വാട്ട് ഈസ് ആർട്ടിക്കിൾ 6? പാരീസ് ക്ലൈമറ്റ് ട്രീറ്റിയിലെ ആർട്ടിക്കിൾ 6 അനുസരിച്ചിട്ട് ഇതാ പറയുന്നത്. Article 6 of the Paris Climate Agreement says that countries must cooperate in producing an emission reduction scheme based on their contribution, which basically what INDC. ഈ ഇൻഡിപെൻഡന്റ് നാഷണലി ഡിറ്റർമിൻഡ് കോൺട്രിബ്യൂഷനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത് INDC ആൻഡ് കാർബൺ ട്രേഡ്.
INTC ആൻഡ് കാർബൺ ട്രേഡ്. ഈ വക കാര്യങ്ങളെ പറ്റി ഡിസ്കസ് ചെയ്യുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 6. അപ്പൊ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്താണ് ആർട്ടിക്കിൾ 6 എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. ഇത് വായിച്ചു നോക്കിയാൽ മതി. ഇതിനുള്ളിൽ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ആർട്ടിക്കിൾ 6 അത് രണ്ട് കാര്യമാണ് പറയുന്നത്. കാർബൺ ട്രേഡിനെ പറ്റി INTCനെ പറ്റിയും പറയുന്നുണ്ട്. INTC നമ്മൾ ഡിസ്കസ് ചെയ്തു. കാർബൺ ട്രേഡിങ്ങിനെ പറ്റി പറയുമ്പോഴത്തേക്ക് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ക്യോട്ടോയ്ക്കകത്ത് കാർബൺ ട്രേഡിംഗ് നടന്നിരുന്നത് എന്ത് വെച്ചിട്ടായിരുന്നു? ഇൻ ക്യോട്ടോ there was mandatory carbon trading mechanism. In Kyoto there was mandatory carbon trading mechanisms like നമ്മൾ പറഞ്ഞായിരുന്നു joint implementation, clean development mechanism and emission trading. Mandatory carbon trading mechanism ഉണ്ടായിരുന്നു in the form of emission trading, CDM ഒക്കെ. But coming to Paris, in Paris there is no mandatory trading, carbon trading. But പാരീസിലുള്ളത് rather it has a voluntary carbon market. പാരീസ് ക്ലൈമറ്റ് ട്രീറ്റിനെ പറ്റിയുള്ള ഏറ്റവും വലിയൊരു അലിഗേഷനാണ് വോളണ്ടറി കാർബൺ മാർക്കറ്റ്. മറ്റേതിനകത്ത് മാൻഡേറ്ററി ആയിട്ട്, അതായത് ഒരു കൺട്രിക്ക് ചെയ്യാൻ പറ്റില്ലെങ്കിൽ അടുത്ത കൺട്രി ഹെൽപ്പ് ചെയ്യണം, എക്സ്ട്രാ വരുന്ന ട്രേഡ് അടുത്ത് കാർബൺ ക്രെഡിറ്റ്സ് അടുത്താൾക്ക് കൊടുക്കണം, ഡെഫിസിറ്റ് ഉണ്ടെങ്കിൽ വേറെ ആളുടെ ഇത് മേടിക്കണം എന്നുള്ളത് കൃത്യമായിട്ട് ക്യോട്ടോയ്ക്കകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ പാരീസിലേക്ക് എത്തിയപ്പോഴത്തേക്ക് കൺട്രീസിനെ കൊണ്ടൊന്ന് സമ്മതിപ്പിക്കാനായിട്ട് ആ മാൻഡേറ്ററി ട്രേഡിങ്ങിനകത്ത് വെള്ളം ചേർത്തു. എന്നിട്ട് അത് എന്താക്കി? വോളണ്ടറി കാർബൺ മാർക്കറ്റാക്കി മാറ്റി. ഓക്കെ, വിച്ച് സഫേഴ്സ് എ ലോട്ട്. 2015 തൊട്ട് 2024 ആയപ്പോഴത്തേക്കും കാര്യമായിട്ടുള്ള ഡെവലപ്മെന്റ്സ് ഈ വോളണ്ടറി കാർബൺ മാർക്കറ്റ്സിനകത്ത് ഉണ്ടാക്കിയിട്ടില്ല. ഇതെന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. വോളണ്ടറി കാർബൺ മാർക്കറ്റിനകത്തുള്ള പ്രശ്നങ്ങൾ എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ജസ്റ്റ് ഒരു 1-2 കേസ് സ്റ്റഡീസ് വെച്ച് ഞാൻ പറഞ്ഞുതരാം. നേരത്തെ കൃത്യമായിട്ട് കാർബൺ ട്രേഡ് എവിടെ വയ്ക്കണം, ആരൊക്കെ തമ്മിൽ വിൽക്കണം, ആക്ടിവിറ്റീസ് ആണ് കാർബൺ ക്രെഡിറ്റ്സ് കൊടുക്കാൻ പറ്റുന്നത് എന്നുള്ളതിന് കൃത്യമായിട്ടുള്ള ഒരു മെക്കാനിസം ഉണ്ടായിരുന്നു. ബട്ട് ആസ് ഓഫ് നൗ ദർ ഈസ് നോ സോളിഡ് മെക്കാനിസം ഫോർ ദിസ് വോളണ്ടറി കാർബൺ മാർക്കറ്റ്. ആര് മേടിക്കുന്നു, ആർക്ക് വിൽക്കുന്നു എന്നതിനെ പറ്റിയൊന്നും കാര്യമായിട്ട് യാതൊരു ഐഡിയ ഇല്ല. ഈ ഒരു കാര്യമാണ് നമ്മുടെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ഡിസ്പ്യൂട്ട്, ഒരു ബോൺ ഓഫ് കണ്ടൻഷൻ എന്ന് പറയുന്നത്. അടുത്ത COP-യിൽ, നമ്മുടെ ബാക്കൂല് നടക്കാൻ പോകുന്ന COP-യിൽ, അസർബൈജാനിൽ നടക്കുന്ന COP-യിൽ ഒരു മേജർ ഡിസ്കഷൻ പോയിന്റ് എന്ന് പറയുന്നത് ഈ വോളണ്ടറി കാർബൺ മാർക്കറ്റിന്റെ റെഗുലേഷനാണ്. വോളണ്ടറി കാർബൺ മാർക്കറ്റ് റെഗുലേഷനാണ് നടക്കാനായിട്ട് പോകുന്നത്. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അതിന് മുമ്പ് ഞാൻ വേറെ 1-2 കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത് തീർക്കട്ടെ. ഇവിടെ ഞാൻ കൃത്യമായിട്ട് NTCs എന്താണെന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. നാഷണലി ഡിറ്റർമിൻഡ് കോൺട്രിബ്യൂഷൻ എന്താണെന്നുള്ളത് കൃത്യമായിട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ആക്ച്വലി യു ക്യാൻ റീഡ്. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരേണ്ട കാര്യമില്ലല്ലോ, ഓൾറെഡി എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. NTCs എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ NTCs are nothing but each member country from Paris Agreement determines their contributions in the context of their national priorities, circumstances and capabilities. That is what NTC. Clear അല്ലേ? ഓക്കെ അല്ലേ? ആ പോയിന്റ്സ് ക്ലിയർ അല്ലേ എല്ലാവർക്കും? ഓക്കെ, ബാക്കി ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. യു ക്യാൻ റീഡ്. വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവുന്നതേ ഉള്ളൂ. ഓക്കെ, ദെൻ NTCs വായിച്ചു നോക്കിയാൽ മതി. ഇവിടെ ഞാൻ ജസ്റ്റ് ആ വോളണ്ടറി കാർബൺ മാർക്കറ്റ് എങ്ങനെ വർക്ക് ചെയ്യുന്നതിലൂടെ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. വർക്കിംഗ് ഓഫ് വോളണ്ടറി കാർബൺ മാർക്കറ്റ് ഇൻ പാരീസ് ട്രീറ്റി അല്ലെങ്കിൽ പോസ്റ്റ് ക്യോട്ടോ. വളരെ സിമ്പിളാണ്. ഒരു എക്സാമ്പിൾ എടുത്ത് ഞാൻ പറഞ്ഞുതരാം. 2 കേസ് സ്റ്റഡി ഞാൻ പറഞ്ഞുതരാം. ഫോർ എക്സാമ്പിൾ, ഒരു കമ്പനി, ഫോർ എക്സാമ്പിൾ സം എക്സ് എന്റർപ്രൈസസ്.
കമ്പനിയുടെ പേരൊക്കെ വിട്ടുകളെ, എക്സ് എന്റർപ്രൈസസ്. ഇവരുണ്ടാക്കുന്നത് ലോ സ്മോക്ക് സ്റ്റൗ ആണ്. ഈ ലോ സ്മോക്ക് സ്റ്റവ് ഇവർ ഒരു 1000 രൂപ റേറ്റിൽ, റുപ്പീസ് 1000 രൂപ റേറ്റിൽ ഇന്ത്യയിൽ ഒരു ABCDE ഒരു 10 പേർക്ക് സെയിൽ ചെയ്യാണ്. എന്തിനാണ് സെയിൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ABCD ഒക്കെ ആൾക്കാർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന വിറകടുപ്പാണ്. ഏർലിയർ യൂസ് ചെയ്തിരുന്നത് വിറകടുപ്പാണ്. അപ്പോൾ ആൾക്കാരുടെ ഹെൽത്ത് രക്ഷിക്കാനും ക്ലൈമറ്റ് പ്രൊട്ടക്ട് ചെയ്യാനും കാർബൺ എമിഷൻ കുറയ്ക്കാനൊക്കെ ആയിട്ട് ഒരു ലോ സ്മോക്ക് സ്റ്റവ് കൊടുത്തു. ദിസ് ഈസ് എ ക്ലീൻ എനർജി ടെക്നോളജി. ഇത് കൊടുക്കുന്നതിനോടൊപ്പം തന്നെ ഇവർ ഈ ആൾക്കാരുടെ കയ്യിൽ നിന്ന് ഒരു സർട്ടിഫിക്കറ്റ് ഒപ്പിട്ട് മേടിക്കുകയാണ്. ഞങ്ങൾ ഈ തരുന്ന ഓരോ സ്റ്റൗവും വർഷാവർഷം 10 യൂണിറ്റ്സ് ഓഫ് കാർബൺ ആണ് കുറയ്ക്കുന്നത്. അതുകൊണ്ട് ദിസ് ഈസ് എ ക്ലീൻ എനർജി ടെക്നോളജി. ദിസ് ബിക്കംസ് എലിജിബിൾ അണ്ടർ പാരീസ് ക്ലൈമറ്റ് ട്രീറ്റീസ് കാർബൺ ക്രെഡിറ്റ് ഡീൽസ്. പാരീസ് ക്ലൈമറ്റ് ട്രീറ്റിക്കകത്തുള്ള വോളണ്ടറി കാർബൺ മാർക്കറ്റ് സ്കീമിനകത്ത് എൻ്റെ ഈ സ്റ്റൗ ടെക്നോളജി, ലോ സ്മോക്ക് സ്റ്റൗ ടെക്നോളജി എലിജിബിൾ ആണ്. നിങ്ങൾക്ക് നിങ്ങൾ ഈ കുറയ്ക്കുന്ന കാർബൺ ക്രെഡിറ്റ്, ഈ 5 ആൾക്കാർ കുറയ്ക്കുന്ന കാർബൺ ക്രെഡിറ്റിന് നിങ്ങൾക്ക് യാതൊരു അവകാശവും ഇല്ല. ഇതിന്റെ ഓണർഷിപ്പ് എന്ന് പറയുന്നത് ഈ കമ്പനിക്കാണ് എന്നുള്ളത് ഈ കമ്പനി ഇവരുടെ ഒപ്പിട്ട് മേടിക്കുകയാണ്. ഇവർക്കൊന്നും അറിയില്ല, ഇവർ ഒപ്പിട്ട് കൊടുക്കുകയാണ്. സോ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ 5 പേര് ഓരോ സ്റ്റൗവും 10 യൂണിറ്റ്സ് കാർബൺ ഡയോക്സൈഡ് കുറയ്ക്കും എന്നുള്ളത് ഞാൻ പറഞ്ഞു. ഈ 5 പേര് അപ്പോൾ ഒരു വർഷം ഇൻറ്റു 50 യൂണിറ്റ്സ് ഓഫ് കാർബൺ കുറയ്ക്കും. ഈ 50 യൂണിറ്റ്സ് ഓഫ് കാർബൺ എൻ്റെ കമ്പനി കുറച്ചിട്ടുണ്ട് എന്നുള്ളത് ഇവരുടെ കയ്യിൽ ഒരു സർട്ടിഫിക്കറ്റ് ഇരിക്കുകയാണ്. എൻ്റെ കമ്പനി, എൻ്റെ സ്റ്റൗ 50 യൂണിറ്റ്സ് ഓഫ് കാർബൺ ആണ് ഈ ഒരു വർഷം കുറച്ചത് എന്ന് പറഞ്ഞിട്ട് ഒരു ബോണ്ട് എൻ്റെ കയ്യിലിരിക്കുകയാണ്. ദിസ് ഈസ് ഈക്വലൻ ടു 2000 റുപ്പീസ്. ഈ ഒരു ബോണ്ടിന് 2000 റുപ്പീസ് ആണ് ആവശ്യം. ഇനി എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ ഒരു ഇൻഡിഗോ എന്ന് പറയുന്ന ഒരു കമ്പനി. ഇൻഡിഗോ എന്ത് കമ്പനിയാണ്? എയർ ഫ്ലൈറ്റ് കമ്പനിയാണ്. ഇൻഡിഗോ ഒരു സുപ്രഭാതത്തിൽ ഒരു പരസ്യം കൊണ്ട് വരികയാണ്. ഇപ്പോൾ ഫ്ലൈറ്റ് എന്നൊക്കെ പറയുന്ന ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻ നടത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സെക്ടേഴ്സിൽ ഒന്നാണ്. അപ്പോൾ ഇൻഡിഗോ ഒരു സുപ്രഭാതത്തിൽ പറയാണ്, ഞങ്ങൾ കാർബൺ ന്യൂട്രൽ ആവാൻ വേണ്ടി തീരുമാനിച്ചു. അപ്പോൾ അതിനുവേണ്ടി ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണ്? ഒരു ഫ്ലൈറ്റ് ചെയ്യുമ്പോഴത്തേക്ക്, ഒരു പ്രാവശ്യം പറക്കുമ്പോഴത്തേക്ക് ഇൻഡിഗോയിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത് 50 യൂണിറ്റ്സ് ഓഫ് കാർബൺ ഡയോക്സൈഡ് ആണ്. ഞങ്ങൾക്ക് ഇത് കുറയ്ക്കണം. ഞങ്ങളിത് കാർബൺ ന്യൂട്രലാക്കാൻ 2 വഴിയുണ്ട്. ഒന്നുകിൽ ഇതിനകത്ത് ബയോഗ്യാസ് യൂസ് ചെയ്യണം. ബയോഗ്യാസ് യൂസ് ചെയ്തിട്ട് പ്ലെയിൻ നിർത്താൻ പറ്റില്ലല്ലോ. അതിലും വേറൊരു വഴി എന്ന് പറയുന്നത് എന്താണ്? ഞാൻ ഈ 50 യൂണിറ്റ്സിന് ഇക്വലൻ്റ് ആയിട്ടുള്ള കാർബൺ ക്രെഡിറ്റ്സ് വേറെ സ്ഥലത്ത് നിന്ന് മേടിക്കുകയാണ്. എവിടെ നിന്ന് മേടിക്കാടാ? എനിക്ക് ഈ എക്സ് എൻറ്റിറ്റി എന്ന് പറയുന്ന ഈ കമ്പനിയുടെ കയ്യിൽ നിന്ന് മേടിക്കാം. ഞാൻ 2000 രൂപ കൊടുത്ത്, ഇൻഡിഗോ 2000 രൂപ കൊടുത്ത് ഈ എക്സ് എൻറ്റിറ്റിൻ്റെ കയ്യിൽ നിന്ന് ഈ 50 യൂണിറ്റ്സ് ഓഫ് കാർബൺ ക്രെഡിറ്റ്സ് മേടിച്ചു. ഇപ്പൊ ഇൻഡിഗോക്ക് ധൈര്യമായിട്ട് പറയും, ഈ ഒരു പ്രോസസ്സിന് വിളിക്കുന്ന പേരാണ് ഓഫ് സെറ്റിംഗ്, കാർബൺ ഓഫ് സെറ്റിംഗ്. ഈ ഒരു ടേം മനസ്സിലാക്കി വെച്ചേക്കാം, കാർബൺ ഓഫ് സെറ്റിംഗ്. ഇപ്പൊ ഞാൻ ഇൻഡിഗോ എന്ന് പറയുന്ന കമ്പനി കാർബൺ ഓഫ് സെറ്റ് ചെയ്തു. ഞാൻ പുറത്തേക്ക് വിടുന്ന 50 യൂണിറ്റ്സിന് പകരമായിട്ട് ഞാൻ എന്ത് ചെയ്തു? 50 യൂണിറ്റ്സ് ഓഫ് കാർബൺ ക്രെഡിറ്റ്സ് ഞാൻ എക്സ് എൻറ്റിറ്റിയുടെ കയ്യിൽ നിന്ന് മേടിച്ചു. എക്സ് എൻറ്റിറ്റിന്റെ കയ്യിൽ പൈസ വന്നു. ഇൻഡിഗോ കാർബൺ ന്യൂട്രലായി. ഇനി ഇൻഡിഗോയ്ക്ക് ധൈര്യമായിട്ട് പരസ്യം കൊടുക്കാം, ഞങ്ങൾ കാർബൺ ന്യൂട്രലായി എന്നുള്ളത്. ഇൻഡിഗോ എന്തിനാണ് കാർബൺ ന്യൂട്രൽ എന്ന് പറഞ്ഞ് പരസ്യം കൊടുക്കുന്നത്? ഒരു സൂപ്പർവൈസർ നോക്കുമ്പോഴത്തേക്ക് ഇൻഡിഗോ പരസ്യം കൊടുക്കുകയാണ്, ഞങ്ങൾ കാർബൺ ന്യൂട്രലായി, ഞങ്ങൾ എൻവയോൺമെന്റലി സസ്റ്റൈനബിൾ ആയി, ഞങ്ങൾ എൻവയോൺമെന്റ് ഫ്രണ്ട്ലി ആയി എന്ന് പറഞ്ഞിട്ട് പരസ്യം കൊടുക്കുകയാണ്. ഇൻഡിഗോക്ക് ഉണ്ടാകുന്ന അഡ്വാൻറ്റേജ് എന്തായിരിക്കും? കസ്റ്റമേഴ്സ് നോക്കുമ്പോഴത്തേക്ക് ആഹാ, നമ്മൾ ട്രാവൽ ചെയ്യാൻ പോകുന്നത് എന്താണ്? ഒരു കാർബൺ ന്യൂട്രൽ ഫ്ലൈറ്റിലാണ്. സോ കസ്റ്റമേഴ്സ് കൂടുതൽ ടിക്കറ്റ് അങ്ങോട്ടേക്ക് എടുക്കും. സ്റ്റോക്ക് പ്രൈസിൽ ഇൻഡിഗോയുടെ സ്റ്റോക്കിന്റെ പ്രൈസ് ഒത്തിരി കൂടും. നമുക്കൊരു സസ്റ്റൈനബിൾ കമ്പനിയാണ്, അതിന്റെ റെപ്യൂട്ടേഷൻ കൂടി. അതുകൊണ്ട് ഇൻഡിഗോയുടെ ഷെയർ മാർക്കറ്റിൽ ഇൻഡിഗോയുടെ പ്രൈസ് ഒത്തിരി കൂടി. ഇൻഡിഗോയുടെ റെപ്യൂട്ടേഷൻ കൂടുന്നു, ഇൻഡിഗോയ്ക്ക് ഇത് ഇവൻച്വലി ലാഭം ഉണ്ടാക്കുന്നു. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? ഈ ഒരു എൻ്റയർ ചെയിൻ വർക്കാവുന്ന മനസ്സിലാവുന്നുണ്ടോ? കാർബൺ ഓഫ്സെറ്റിന്റെ ചെയിൻ മനസ്സിലാവുന്നുണ്ടോ നടക്കുന്നത് എങ്ങനെയാന്നുള്ളത്? പറയുന്ന മനസ്സിലായി എല്ലാവർക്കും? അലീഷ, ഡെനിലേക്ക് മനസ്സിലാവും എങ്ങനെയാ ഈ എൻ്റയർ സ്റ്റോറി ബിൽഡപ്പ് ചെയ്തേക്കുന്നുള്ളത്? പക്ഷെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇതെല്ലാം പേപ്പറിൽ കൊള്ളാം, നല്ല കഥയാണ്. പക്ഷെ ഇതൊക്കെ നടക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? കാർബൺ അൾട്ടിമേറ്റ്ലി ഇത് എൻവയോൺമെന്റിന് ഗുഡ് വരണമെന്നുണ്ടെങ്കിൽ ഇവിടെ കാർബൺ കുറഞ്ഞിരിക്കണം. ഇൻഡിഗോ ഇൻ പേപ്പർ അല്ലെങ്കിൽ തിയറി മീൻസ് ഇൻ പ്രാക്ടിക്കലിൽ കാർബൺ കുറച്ചിട്ടുണ്ടോ? ഇല്ല. ഈ കമ്പനി എക്സ് എന്റർപ്രൈസ് എന്ന് പറയുന്ന ഒരു എൻറ്റിറ്റി കാർബൺ കുറച്ചിട്ടുണ്ടോ? പ്രാക്ടിക്കലി ഇല്ല. കുറയ്ക്കാൻ പറ്റുകയാണെങ്കിൽ ആർക്കേ പറ്റത്തുള്ളൂ? ഈ 5 കൺസ്യൂമേഴ്സ്, ഈ സ്റ്റൗ മേടിച്ചിട്ടുള്ള 5 കൺസ്യൂമേഴ്സ് അവരുടെ ഈ ലോ സ്മോക്കിംഗ് സ്റ്റൗ യൂസ് ചെയ്യണം. നിങ്ങൾ ആലോചിച്ച് നോക്ക്,
LPG ഉള്ള ഒരു സമയത്ത്, ഉജ്ജ്വല യോജന എന്ന് പറഞ്ഞിട്ടൊരു സ്കീം ഉള്ള സമയത്ത് കൺസ്യൂമേഴ്സ് LPG പ്രിഫർ ചെയ്യുമോ, ഈ ലോ സ്മോക്കിംഗ് സ്റ്റവിനകത്ത് വിറകൊക്കെ വച്ച് കെട്ടി മുറിച്ച് ആ സ്റ്റൗ യൂസ് ചെയ്യും? അല്ലെങ്കിൽ ഈ കൊടുത്തേക്കുന്ന 5 സ്റ്റവിൽ ഒരെണ്ണം ഇല്ലാണ്ടായി പോയി, ഇവർ പറയുന്ന പോലെ 50 യൂണിറ്റ്സ് ഓഫ് കാർബൺ കുറയോ? അല്ലെങ്കിൽ ഈ 5 പേര് ഇത് യൂസ് ചെയ്യുന്നേ ഇല്ല, പല പല ഡിഫിക്കൽട്ടീസ് ആണ്, യൂസ് ചെയ്യുന്നതേ ഇല്ല, ഈ 50 യൂണിറ്റ്സ് കുറയോ ഇവിടെ? ഇല്ലാത്ത കാർബണാണ് അപ്പം ഇവിടെ ഒരു 2000 രൂപ ഈ കമ്പനിക്ക് കിട്ടിയിരിക്കുന്നത്. ഇതാണ് ഒരു കഥ, ഒരു കേസ് സ്റ്റഡി, വോളണ്ടറി കാർബൺ മാർക്കറ്റിൽ ഒരു കേസ് സ്റ്റഡി. ആമേ ക്ലിയർ? ഇനി ഇവിടുത്തെ ഏറ്റവും വലിയ രസം, ഈ സർട്ടിഫിക്കേഷൻ കൊടുക്കുന്നതൊക്കെ പ്രൈവറ്റ് എൻറ്റിറ്റീസ് ആണ്. വെറ എന്ന് പറയുന്ന ആള്, ഗോൾഡ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്ന വേറൊരു കമ്പനി ഉണ്ട്. ഇങ്ങനെയുള്ള കമ്പനീസ് ചേർന്നിട്ടാണ് ഈ രജിസ്ട്രേഷൻ സർട്ടിഫിക്കേഷൻ ഒക്കെ നടത്തുന്നത്. ഇതിന് ഇവർക്ക് പൈസ കൊടുക്കുന്നത് എക്സ് എൻറ്റിറ്റി ആണ്. ഞാൻ കാർബൺ ഫ്രീ ആണെന്ന് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി പൈസ കൊടുക്കുന്നത് എക്സ് എൻറ്റിറ്റി തന്നെയാണ്. ഇത് ഇവഞ്ച്വലി ഇത് പൈസ ഉണ്ടാക്കാനുള്ള ഒരു വഴിയാണ് കമ്പനീസിന്. ഇതാണ് പാരീസ് ക്ലൈമറ്റിന്റെ ഒരു പ്രശ്നം. ഈ വോളണ്ടറി കാർബൺ മാർക്കറ്റാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്. ഇതിനെ റെഗുലേറ്റ് ചെയ്യണം. ഇത് ഇങ്ങനെയൊന്നും ചെയ്താൽ പോരെ, ഇവിടെ ട്രാൻസ്പാരൻസി വേണം, ഇവിടെ റെഗുലേഷൻ കൃത്യമായിട്ട് വേണം, മോണിറ്ററിങ് വേണം, റിവ്യൂ വേണം എന്നുള്ളതാണ് ഇപ്പോൾ നടക്കുന്ന ക്ലൈമറ്റ് ട്രീറ്റീസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡിസ്കഷൻ പോയിന്റ്. ക്ലിയർ ആണോ? ദിസ് ഈസ് വൺ ഓഫ് ദ കൺസേൺ. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, സോ ഞാൻ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പോസ്റ്റ് അല്ലെങ്കിൽ പാരീസ് ക്ലൈമറ്റ് ട്രീറ്റിന്റെ കൺസേൺസ് ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പാരീസ് ട്രീറ്റി കൺസേൺസ് ടു ബി അഡ്രസ്ഡ്. ഒന്നാമത്തത് ഞാൻ പറഞ്ഞു, ഇഷ്യൂസ് റിലേറ്റഡ് ടു വോളണ്ടറി കാർബൺ ട്രേഡ്. രണ്ടാമത്തേത് ക്ലൈമറ്റ് ഫിനാൻസിങ്. റിലേറ്റഡ് ടു GCF. ഇപ്പോഴും GCFിലേക്ക് പൈസ എത്തിയിട്ടില്ല. എന്ത് ചെയ്യും? ആൾക്കാരും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നില്ല. ഈ ക്ലൈമറ്റ് ഫിനാൻസിങ്ങിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും? പ്രോപ്പറായിട്ട് ഇത് പൈസ വരുന്നില്ല. ദിസ് ഈസ് അനദർ കൺസേൺ ടു ബി അഡ്രസ്ഡ്. മൂന്നാമത്തേത്, എൻ്റെ ചോദ്യം, 1750s തൊട്ട് 2024 വരെ ക്ലൈമറ്റ് ചേഞ്ച് കാരണം ഒത്തിരി ആൾക്കാർക്ക് പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. ഹാവ് യു ഹേർഡ് അബൌട്ട് ക്ലൈമറ്റ് റെഫ്യൂജീസ്? ക്ലൈമറ്റ് റെഫ്യൂജീസ്, ക്ലൈമറ്റ് ചേഞ്ച് റിലേറ്റഡ് എക്സ്റ്റിങ്ഷനെ പറ്റി കേട്ടിട്ടുണ്ടോ? ക്ലൈമറ്റ് ചേഞ്ച് കാരണം ജീവികൾ എക്സ്റ്റിൻറ്റ് ആയി പോയിട്ടുണ്ട്, ആൾക്കാർ ഡിസ്പ്ലേസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, സീ ലെവൽ റൈസ് ചെയ്തിട്ടുണ്ട്, കൺട്രീസ് ഫ്ലഡഡ് ആയി പോയിട്ടുണ്ട്. ഇത് ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്യുന്ന, ഈ കാര്യങ്ങളൊക്കെ അഫക്റ്റ് ചെയ്യുന്ന ലീസ്റ്റ് ഡെവലപ്ഡ് കൺട്രീസിനെയാണ്. ലീസ്റ്റ് ഡെവലപ്ഡ് കൺട്രീസ് ഓൾറെഡി ഡാമേജ്ഡ് കൺട്രീസ് ഉണ്ട്. ഇവർക്ക് ആര് സമാധാനം പറയും? എൻ്റെ ക്വസ്റ്റ്യൻ ഇതാണ്. ഓൾറെഡി സംഭവിച്ചിട്ടുള്ള പ്രശ്നങ്ങൾക്ക് ആര് സമാധാനം പറയും? പറയണ്ടേ? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇനി അങ്ങോട്ടുള്ളത് ഓക്കെ, ഫ്യൂച്ചറിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം, 2100 ആകുമ്പോഴത്തേക്ക് ഇതൊക്കെ ചെയ്താൽ മതി എന്നുള്ളത് നമുക്ക് പറയാം. ഫ്യൂച്ചർ ഗോളാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അത് ഇപ്പം നമ്മൾ കൂടുതലും ഈ പാരീസ് ക്ലൈമറ്റ് ട്രീറ്റിൽ നമ്മൾ കൂടുതലും ഡിസ്കസ് ചെയ്യുന്നത് അഡാപ്റ്റേഷനും മിറ്റിഗേഷനും ആണ്. വി ആർ ടോക്കിംഗ് അബൌട്ട് അഡാപ്റ്റേഷൻ ആൻഡ് മിറ്റിഗേഷൻ. ലോങ് ടേമിലത്തെ കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. ഷോർട്ട് ടേമിൽ സംഭവിച്ചിട്ടുള്ള പ്രശ്നങ്ങൾക്ക് ആരെങ്കിലും മറുപടി പറയണ്ടേ? അമ്മേ റൈറ്റ് ഓർ റോങ്? ക്ലിയർ ആണോ? ഞാൻ ഈ പറയുന്ന ക്വസ്റ്റ്യന്റെ മീനിങ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഇല്ലേ? ഈ ഓൾറെഡി പറ്റിയിട്ടുള്ള പ്രശ്നങ്ങൾക്ക് ആര് മറുപടി പറയും? അതിനുള്ള ഉത്തരമാണ് ഈ ഓൾറെഡി പ്രശ്നം പറ്റിയുള്ള ആൾക്കാരെ നമ്മൾ ഹെൽപ്പ് ചെയ്യണം. ഫോർ ദാറ്റ് വി നീഡ് ടു ക്രിയേറ്റ് എ ഫണ്ട് ടു ഹെൽപ്പ് ദീസ് കൺട്രീസ്. Can anyone tell എന്താണ് ഈ ഫണ്ടിനെ വിളിക്കുന്ന പേര്? ഓൾറെഡി സംഭവിച്ചു പോയിട്ടുള്ള പ്രശ്നങ്ങളെ അഡ്രസ് ചെയ്യാനായിട്ടൊരു ഫണ്ട് നമ്മൾ ഉണ്ടാക്കണം. യെസ്, ആ ഫണ്ടിനെ വിളിക്കുന്ന പേരാണ്
ലോസ് ആൻഡ് ഡാമേജ് ഫണ്ട്. വി നീഡ് ടു ക്രിയേറ്റ് എ ലോസ് ആൻഡ് ഡാമേജ് ഫണ്ട്. ഇതാണ് മൂന്നാമത്തെ ഇഷ്യൂ പാരീസിൽ നമ്മൾ അഡ്രസ് ചെയ്യേണ്ടത്. പാരീസിന് ശേഷം 2015 തൊട്ട് അല്ലെങ്കിൽ 16 തൊട്ട് നമ്മൾ ഡിസ്കസ് ചെയ്ത് തരുന്ന പോയിന്റ്സ് ഇതാണ്. വി നീഡ് ടു ക്രിയേറ്റ് എ ലോസ് ആൻഡ് ഡാമേജ് ഫണ്ട്. ക്ലിയർ? അടുത്ത ഇഷ്യൂ, അടുത്ത അഡ്രസ് ചെയ്യേണ്ട ഇഷ്യൂ ആണ്, ഞാൻ പറഞ്ഞായിരുന്നു, കണ്ടിന്യൂസ് മോണിറ്ററിങ്. ഇതിന്റെ കയ്യിൽ നമുക്ക് ഓൾറെഡി ഒരു മെക്കാനിസം ഉണ്ട്, ഗ്ലോബൽ സ്റ്റോക്ക് ടേക്ക്. എഫിഷ്യൻ്റ് ആയിട്ട് ഈ ഗ്ലോബൽ സ്റ്റോക്ക് ടേക്ക് നടത്തണം. സോ ദിസ് ഈസ് അടുത്ത കൺസേൺ. ക്ലിയർ? അപ്പോൾ പോസ്റ്റ് പാരീസ് നമ്മുടെ ഡിസ്കഷനിലുള്ള അജണ്ടാസ് ഇതൊക്കെയാണ്: ലോസ് ആൻഡ് ഡാമേജ് ഫണ്ട്, ക്ലൈമറ്റ് ഫിനാൻസിങ്, ഗ്ലോബൽ സ്റ്റോക്ക് ടേക്കിംഗ്, വേറെന്തോന്നു പറഞ്ഞായിരുന്നല്ലോ, വോളണ്ടറി കാർബൺ മാർക്കറ്റ്. ഇതൊക്കെയാണ് നമ്മുടെ ഡിസ്കഷനകത്തുള്ളത്. ശരിക്കും 2020 മുതൽക്ക് 2023 വരെയുള്ള COP-യിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കംപ്ലീറ്റ് ഈ പോയിന്റ്സ് ആണ്. ഇത്രേ ഉള്ളൂ. 2021 തൊട്ട് 23 വരെയുള്ള COPs എടുത്തു പോയി കഴിഞ്ഞാൽ അതിനകത്തുള്ള ഡിസ്കഷൻസിലെല്ലാം ഈ ഒരു കാര്യങ്ങളാണ്. ഇതിൽ ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ, ലോസ് ആൻഡ് ഡാമേജ് ഫണ്ട് എസ്റ്റാബ്ലിഷ് ചെയ്തോ ഇല്ലയോ? ലോസ് ആൻഡ് ഡാമേജ് ഫണ്ട് എസ്റ്റാബ്ലിഷ് ചെയ്തോ ഇല്ലയോ? Can anybody answer? Loss and damage fund? Yes, at COP27. Global stocks taking conclude ചെയ്തോ ഇല്ലയോ? Yes, at COP28. ഇനിയും ഡിസ്കഷൻ ആകാതെ നിൽക്കുന്നത് ക്ലൈമറ്റ് ഫിനാൻസിങ്ങും വോളണ്ടറി കാർബൺ മാർക്കറ്റിംഗും ആണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഈ ഒരു കോൺഫറൻസ് ഓഫ് പാർട്ടീസിന്റെ ഒരു ഫ്ലോ. അല്ലാണ്ട് നമുക്ക് ഇൻഡിവിജ്വലി എടുത്തിട്ട് ഒരു COP28 പഠിച്ചെന്ന് പറഞ്ഞാൽ ഒന്നും നടക്കാൻ പോകുന്നില്ല. ഇൻഡിവിജ്വലി എടുത്തൊരു COP27 പഠിച്ചെന്ന് പറഞ്ഞിട്ട് ഒന്നും നടക്കാനായിട്ട് പോകുന്നില്ല. ക്ലിയർ ആണോ? ക്ലിയർ? ഓക്കെ, ദെൻ മൂവിങ് ഓൺ. അടുത്ത വേറൊരു കൺസേൺ കൂടി പറയാം. 2015 പറഞ്ഞ ടാർഗറ്റ്, 2015 ഓരോ കൺട്രീസും ഓരോ നാഷണലി ഡിറ്റർമിൻഡ് കോൺട്രിബ്യൂഷൻസ് പറഞ്ഞില്ലേ? ആ പറഞ്ഞ കാര്യങ്ങൾ ആരും ഫോളോ പോലും ചെയ്യുന്നുണ്ടായിരുന്നില്ല. അത് GST നടത്തി നോക്കിയപ്പോഴാണ് മനസ്സിലായത് നോബഡി ഈസ് ഫോളോയിങ് ദോസ് NDC. ഹാർഡ്ലി വളരെ ഫ്യൂ കൺട്രീസ് മാത്രമാണ് ഈ NDCs അതുപോലെ ഫോളോ ചെയ്യുന്നത്. അതിനകത്ത് ഒരാൾ ഇന്ത്യയാണ്. NDC ടാർഗറ്റ്, ഇന്ത്യയുടെ NDC ടാർഗറ്റ് നമുക്ക് പിന്നെ പറയാം. അപ്പോൾ ആ 2000 പറഞ്ഞ NDC ഒക്കെ എന്ത് ചെയ്തു? ആം ഐ ഓഡിബിൾ ഓർ വാട്ട്? ഓക്കെ, അപ്പൊ 2015 പറഞ്ഞ NDCs ഒക്കെ ഔട്ട്ഡേറ്റഡ് ആയി. ആ NDC വെച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല. ആ NDC വെച്ച് പോയി കഴിഞ്ഞാൽ നമ്മുടെ ഈ 1.5°C അച്ചീവ് ചെയ്യാനൊന്നും പോകുന്നില്ല. അതും കവിഞ്ഞു പോകും. 3ഉം 4ഉം ഒക്കെ ആവും, ലോകം നശിക്കും. അതുകൊണ്ട് അടുത്തൊരു കൺസേൺ റിവിഷൻ ഓഫ് NDCs. വി നീഡ് ടു റിവൈസ് NDC. ഇതും ഡിസ്കഷനകത്തുള്ളൊരു പോയിന്റ് ആണ്. എൻ്റെ ക്വസ്റ്റ്യൻ, NDC റിവൈസ് ചെയ്തോ ഇല്ലേ? എൻ്റെ ക്വസ്റ്റ്യൻ റിവിഷൻ ഓഫ് NDC റിവൈസ് ചെയ്തോ ഇല്ലേ? ഓരോന്നായിട്ട് നമ്മൾ ഓരോ കോപ്പിൽ അഡ്രസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. NDC റിവൈസ് ചെയ്തു. എവിടെ ചെയ്തതാ? യെസ്, അറ്റ് COP26 ഗ്ലാസ്ഗോയിൽ റിവൈസ് ചെയ്തു. എല്ലാ കൺട്രീസും ചെയ്തിട്ടില്ല. എല്ലാ കൺട്രീസും ചെയ്തിട്ടില്ല. ഒരു 10-60 കൺട്രീസ് മാത്രമേ NDCs റിവൈസ് ചെയ്തിട്ടുള്ളൂ. ആ കൂട്ടത്തിൽ ഇന്ത്യ റിവൈസ് ചെയ്തോ ഇല്ലേ? ക്യാൻ യു ആൻസർ? ഡിഡ് ഇന്ത്യ റിവൈസ് ഇറ്റ് NDCs? ഡിഡ് ഇന്ത്യ റിവൈസ് NDCs? യെസ്. റിവൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ പേരെന്താണ്? റിവൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ പേരെന്താ? യെസ്, പഞ്ചാമൃത്. പഞ്ചാമൃത്, ഗുഡ്. ഇപ്പൊ നിങ്ങൾക്ക് ആ ഒരു ക്ലാരിഫിക്കേഷൻ വരുന്നുണ്ടോ?
ഓരോന്നും തമ്മിലുള്ള കണക്ഷൻ കിട്ടുന്നുണ്ടോ അങ്ങോട്ട്? ക്ലിയർ ആണോ? ശരി. അപ്പൊ ദേ ഇവിടെ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇന്ത്യാസ് എൻഡിസിസ്. ഇത് ഇന്ത്യാസ് എൻഡിസിസ് ഇൻ ഇതിനെയാണ് പഞ്ചാമൃതം എന്ന് വിളിക്കുന്നത്. ദിസ് യു ക്യാൻ റീഡ്. എന്തൊക്കെയാണെന്നുള്ളത് വായിക്കാം. ആദ്യം ആദ്യത്തത് 40% നോൺ ഫോസിൽ സോഴ്സസ് എന്നുള്ള ഇലക്ട്രിസിറ്റി 40%. അത് നമ്മളിപ്പോൾ എത്രയാക്കി? 50% ആക്കി. റെഡ്യൂസ് എമിഷൻ ഇന്റൻസിറ്റി ഓഫ് GDP ബൈ 33 to 35%. അത് നമ്മളിപ്പോൾ എത്രയാക്കി? 45% ആക്കി. പിന്നെ ഇത് രണ്ടാണ് മെയിനായിട്ട് നമ്മൾ റിവൈസ് ചെയ്തത്. പിന്നെ അഡീഷണലി 2.3 to 3 ബില്യൺസ് ഓഫ് കാർബൺ ടൺ സിങ്ക് ഉണ്ടാക്കുക. അതിനെപ്പറ്റി നമ്മൾ കൂടുതലൊന്നും പറഞ്ഞിട്ടില്ല. അതിന് പകരം നമ്മൾ അഡീഷണലി 1 ബില്യൺ കാർബൺ ഡൈ ഓക്സൈഡ് കുറയ്ക്കുക, റെഡ്യൂസ് ചെയ്യുക. ഇത് കൂടാതെ രണ്ട് കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട്. 500 GW ഓഫ് റിന്യൂവബിൾ എനർജി ഉണ്ടാക്കുക. ആദ്യം അത് 175 GW ആയിരുന്നു. ഇവിടെ അത് 175 GW ആയിരുന്നു. അത് 500 GW ആയി. അടുത്തത് 2070 കാർബൺ ന്യൂട്രൽ ആവുക. ഇവിടെ ചെറിയൊരു എറർ ഉണ്ട്. നോട്ട് ബൈ 2030, 2070. 5ാമത്തെ ടാർഗറ്റിന്റെ ആദ്യത്തെ 4 ടാർഗറ്റും ബൈ 2030 ആണ് അച്ചീവ് ചെയ്യേണ്ടത്. 5th ടാർഗറ്റ്സ് മാത്രമേ കാർബൺ ന്യൂട്രൽ ആവുക എന്നുള്ളത് 2070. ക്ലിയർ ആണോ? ഇന്ത്യയുടെ INDCs റിവൈസ്ഡ് NDCs ഓക്കെ ആണോ? ശരി. ഇവിടെ അതിൻ്റെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് കൊടുത്തിട്ടുണ്ട്. റെഫർ. നിങ്ങൾ റെഫർ ചെയ്താൽ മതി. ഇന്ത്യയുടെ റിവൈസ്ഡ് NDCസും ഇപ്പം നമ്മൾ ഏത് സ്റ്റേറ്റിലാണെന്നുള്ളതും കൂടി ഒന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ അല്ലേ? ദിസ് ഈസ് another thing. Then വാട്ട് ഈസ് ഗ്ലോബൽ സ്റ്റോക്ക് സ്റ്റേക്ക്? ഞാൻ പറയേണ്ട കാര്യമില്ല. എന്താണ് ഗ്ലോബൽ സ്റ്റോക്ക് സ്റ്റേക്ക് എന്നുള്ളത് കൃത്യമായിട്ടില്ലേ? ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇറ്റ് ഈസ് എ 5-yearly റിവ്യൂ ഓഫ് ദ പ്രോഗ്രസ് ദാറ്റ് ഹാസ് ബീൻ മെയ്ഡ് ബൈ ഇംപ്ലിമെന്റിംഗ് ദ പാരീസ് അഗ്രിമെന്റ്. ദ ഫസ്റ്റ് GST കൺക്ലൂഡ് ഇൻ 2023. അത് COP28 ദുബായിലാണ് കൊടുത്തത്. അനലൈസ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഫ്രം GST it is clear that our climate actions are inadequate. Our climate actions are inadequate. ക്ലിയർ ആണോ? ഈ സ്ലൈഡ് വായിക്കൂലേ? വായിച്ചു നോക്കത്തില്ലേ? ശരി. ദെൻ ഈ ഒരു ടൈം ലൈൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 2008 കാറ്റോ വൈസിൽ വെച്ചിട്ടാണ് പാരീസ് റൂൾ ബുക്ക് അഡോപ്റ്റ് ചെയ്തത്. ഈ തലനോവ ഡയലോഗ് UPSC ഒരു PVQ ആണ്. അത് അതുമായിട്ട് ബന്ധപ്പെട്ടൊരു ഇനിഷ്യേറ്റീവ് ആണ്. അത് നിങ്ങൾ പിന്നീട് വായിച്ചു നോക്കിയാൽ എന്നാ തലനോവ ഡയലോഗ് എന്നുള്ളത്. 2019 ആർട്ടിക്കിൾ 6 നെഗോസിയേഷൻസ് കണ്ടിന്യൂ ചെയ്തു. 2023 ഫസ്റ്റ് ഗ്ലോബൽ സ്റ്റോക്ക് ടേക്ക് നടന്നു. സെക്കൻഡ് ഗ്ലോബൽ സ്റ്റോക്ക് ടേക്ക് നടക്കാൻ പോകുന്നത് 2028 2030 നമ്മൾ അപ്ഡേറ്റഡ് NDC എല്ലാം ഇംപ്ലിമെന്റ് ചെയ്യണം. ഇന്ത്യയുടെ 5ാമതിലെ 4 ടാർഗറ്റ്സ് 2030 അപ്ഡേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ കൺക്ലൂഡ് ചെയ്തിരിക്കണം. ബൈ 2050 കണ്ടോ, ഇതാണ് പുതിയ ടാർഗറ്റ്. ബൈ 2015 വി ഹാവ് ടു അച്ചീവ് കാർബൺ ന്യൂട്രാലിറ്റി, എസ്പെഷ്യലി ഡെവലപ്ഡ് കൺട്രീസ്. ഈ കാർബൺ ന്യൂട്രാലിറ്റി ഈസ് ഫോർ ഡെവലപ്ഡ് കൺട്രീസ്. ഇന്ത്യ പോലുള്ള ഡെവലപ്പിംഗ് കൺട്രീസിന് ഇറ്റ് ഈസ് 2070 ഫോർ ഡെവലപ്പിംഗ് കൺട്രീസ്.
മനസ്സിലായോ? ക്ലിയർ ആണ്? ദിസ് ഈസ് അബൌട്ട് പാരീസ് ക്ലൈമറ്റ് ട്രീറ്റി. ഇവിടെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ക്യോട്ടോ പ്രോട്ടോകോളും പാരീസ് എഗ്രിമെന്റും തമ്മിലുള്ള ഡിഫറൻസ് ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്, വിച്ച് യു ഹാവ് ടു റെഫർ. ഞാനത് വീണ്ടും ഇനി പറയുന്നില്ല. ഞാനിവിടെ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയാണ്, മേജർ പോയിന്റ്സ് എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. കമ്മിറ്റ്മെന്റ്സ് ആർ ഡ്യൂ ഇൻ എവറി 5 years, ലീഗലി ബൈൻഡിങ്, നോട്ട് ലീഗലി ബൈൻഡിങ്, ഒറിജിനൽ ലെവൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, എന്താണ് ടാർഗറ്റ് എന്നുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓൺലി ഡെവലപ്ഡ് കൺട്രീസ്, ആസ്റ്റ് ഓൾ നേഷൻസ്, ടൈം ഫ്രെയിം ഉണ്ട്, ദീസ് ആർ ഡ്യൂ ഇൻ 2020. ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ ടോപ്പ് ഡൗൺ മെത്തഡോളജി ആയിരുന്നു ക്യോട്ടോയിൽ. ക്യോട്ടോ UNFCC സെയിം തന്നെയാണ്, രണ്ടിലും ടോപ്പ് ഡൗൺ. പക്ഷേ പാരീസിലേക്ക് വന്നപ്പോഴത്തേക്ക് ബോട്ടം അപ്രോച്ച് ആയി. ഇത് ഈ ടാർഗറ്റ് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. കൃത്യം ഒരു നല്ലോണം ഒരു ടേബിൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നോൺ അനക്സ് കൺട്രീസിന് കമ്മിറ്റ്മെന്റ്സ് ഒന്നും ഇല്ലായിരുന്നു. നിങ്ങളിവിടെ മനസ്സിലാക്കേണ്ടത് ഈ നോൺ അനക്സ് 1 എന്ന് പറയുന്നതും നോൺ അനക്സ് എന്ന് പറയുന്നതും സെയിം ടെർമിനോളജി തന്നെയാണ്. പക്ഷെ ഇവിടെ എത്തുമ്പോഴത്തേക്ക് എല്ലാവർക്കും NDC കൊടുക്കണം. അനക്സ് 1 കൺട്രീസിന് ഇവിടെ ബൈൻഡിങ് ടാർഗറ്റ്സ് ഉണ്ടായിരുന്നു, ഇവിടെ അവർക്ക് NDCs കൊടുക്കണം. നമ്മൾ ആ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് ചാർട്ടാക്കി കൊടുത്തിട്ടുണ്ട്. വെരി ഇമ്പോർട്ടൻറ്റ്. ഞാൻ റെഫർ കൊടുക്കാവോ? വായിച്ചു നോക്കാവോ? ദീസ് ആർ സെയിം. Then COP26 at Glasgow എന്തൊക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്. നോക്ക്, നമ്മളിവിടെ പറഞ്ഞ കാര്യം തന്നെയാണ് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഒരു എമിഷൻ റിഡക്ഷൻ പ്ലാൻ ഉണ്ടാക്കി. മേജർ ആയിട്ടുള്ള എടുത്തിട്ടുള്ള ഡിസിഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഗ്ലാസ്ഗോയിൽ എടുത്തിട്ടുള്ള മേജർ ഡിസിഷൻസ്, ഫേസിങ് ഡൗൺ ഓഫ് കോൾ. ആദ്യം ഇതൊക്കെ മേ ബി നിങ്ങൾക്ക് അറിയായിരിക്കും, നിങ്ങൾ കറണ്ട് അഫയേഴ്സിൽ കണ്ടിട്ടുള്ളതായിരിക്കും. ആദ്യം അത് ഫേസ് ഔട്ട് ആയിരുന്നു, അവിടുന്ന് മാറ്റിയിട്ട് അത് ഫേസ് ഡൗൺ ആക്കി. ക്ലൈമറ്റ് ഫിനാൻസിങ്ങിനെ പറ്റി കൂടുതൽ ഡിസ്കഷൻ നടന്നു. അതിന്റെ ഷോർട്ട് കമ്മിങ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, വിച്ച് യു ക്യാൻ റീഡ്. ഇത് പഠിക്കണമെന്നില്ല, കാര്യം ഇത് കഴിഞ്ഞു പോയ കാര്യങ്ങളാണെങ്കിൽ നിങ്ങൾക്ക് ഒരു കണ്ടിന്യൂഷൻ കിട്ടാൻ വേണ്ടി ഇത് വായിച്ചാൽ മതി. PM makes 5 pledges. ഇതിനെയാണ് നമ്മൾ പഞ്ചാമൃതം എന്ന് വിളിക്കുന്നത്. COP26 നടന്നത്. ദെൻ സെയിം സ്ലൈഡ് തന്നെയാണ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. COP26 ഔട്ട്കംസ് എല്ലാം ഇതിനകത്തുണ്ട്. ഇനി ഞാൻ ഇതിനകത്തൊക്കെ ആഡ് ചെയ്യാൻ പോകുന്നത് COP27 അറ്റ് ഷാം എൽ ഷെയ്ഖ്, COP28 at Dubai. I will add the outcomes of these two COPs here later. ഞാൻ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം സ്ക്രീൻഷോട്ട് എടുത്ത് ആഡ് ചെയ്തേക്കാം. പക്ഷേ ഡിഡ് യു ഗോട്ട് ദി കൺസെപ്ച്വൽ ക്ലാരിറ്റി? എന്താണ് കോൺഫറൻസ് ഓഫ് പാർട്ടീസ് എന്നുള്ളത് മനസ്സിലായോ? എൻവയോൺമെന്റിൽ ചോദിക്കാൻ പോകുന്ന കാര്യങ്ങൾ ഇതാണ്. ഇപ്പോൾ ഈ ക്ലാസ് അറ്റൻഡ് ചെയ്ത ആൾക്കാർക്ക് ഒരു ക്ലാരിറ്റി വന്നോ, എന്താണ് ഈ COPസിനകത്തൊക്കെ നടക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ? ഓക്കെ, സോ വിത്ത് ദിസ് ആക്ച്വലി വി ക്യാൻ ഫിനിഷ് ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുന്ന ഒരു മൊഡ്യൂൾ. എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ COP27 COP28 ഒക്കെ ഒത്തിരി എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കാം, പക്ഷെ അതിൻ്റെ ആവശ്യമില്ല. ഞാൻ അതിൻ്റെ ഡേറ്റ കൃത്യമായിട്ട് ഇവിടെ ആഡ് ചെയ്തേക്കാം, വിച്ച് ഈസ് മോർ ദാൻ ഇനഫ്. ക്ലിയർ ആണോ എല്ലാവർക്കും? ഓക്കെ, ശരി. അപ്പം ഞാൻ ഒരു PDF ഗ്രൂപ്പിനകത്ത് ഇട്ടേക്കാം. ഞാൻ പറഞ്ഞ പോലെ ആ ഒരു ശങ്കർ IASന്റെ IAS പാർലമെന്റ് PDF ഗ്രൂപ്പിനകത്ത് ഇട്ടേക്കാം. പിന്നെ ഈ നോട്ടിനകത്തേക്ക് ഞാൻ അതിൽ നിന്നുള്ള സ്ക്രീൻഷോട്ടിൽ ആഡ് ചെയ്തേക്കാം, അത് വായിച്ചാലും മതി. ക്ലിയർ? അത് രണ്ടും കൂടി ഞാൻ അതിനകത്ത് ആഡ് ചെയ്തിട്ട് നോട്ട് ഗ്രൂപ്പിനകത്ത് ഇട്ടേക്കാം. അതങ്ങ് ഈ നോട്ടൊന്ന് റിവൈസ് ചെയ്തിട്ട് പോയാൽ ഞാൻ 2 ദിവസത്തിനകത്ത് ഈ നോട്ടെല്ലാം കൂടി ഷെയർ ചെയ്തേക്കാം.
ഓക്കെ. സോ നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂൾ ഇവിടെ കഴിഞ്ഞു. ഇനി ബാക്കിയൊക്കെ വേഗം വേഗം തീരും. 2-3 ദിവസത്തെ ക്ലാസ് കൊണ്ട് ഒരു 2-3 മൊഡ്യൂൾ തീർക്കാനായിട്ട് കഴിയും. ഹാപ്പി അല്ലേ? എന്റെ കേട്ടെ. ശരി, അങ്ങനെയാണെങ്കിൽ അടുത്ത മൊഡ്യൂളിൽ കാണാം. ഈ നോട്ട് ഞാൻ നാളെ മറ്റന്നാളായിട്ട് അപ്ഡേറ്റ് ചെയ്തേക്കാം, ഗ്രൂപ്പിനകത്ത് ഇട്ടേക്കാം. ശരി.